പൂർണ്ണമായിട്ടും നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ ഉപേക്ഷിച്ച് ബിജെപിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സിപിഎമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വലിയ തോതിലുള്ള ഒഴുക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷ സമുദായത്തോടൊപ്പം ക്രൈസ്തവ സമുദായത്തിൽ നിന്നും വലിയ തോതിൽ ജനങ്ങൾ ബിജെപിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ ധ്രുവീകരണം സംസ്ഥാനത്ത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ, ജനവിരുദ്ധ നയങ്ങൾ, ആ നയങ്ങളിലെല്ലാം പ്രതിഷേധിച്ച് ജനങ്ങൾ പ്രധാന പ്രതിപക്ഷമായ UDF-നെ പിന്തുണയ്ക്കാതെ വളർന്നുവരുന്ന മൂന്നാം ബദലായിട്ടുള്ള BJP-യെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി മലപ്പുറം പരാമർശത്തെ കഴുകിക്കളയാൻ വേണ്ടി നടത്തിയ ലജ്ജാകരമായ നാടകം. ഒരു കാര്യം ഇപ്പോൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും, ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്താലും അതിൽ ഒപ്പിടുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദില്ലിയിൽ ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ PR പ്രവർത്തനം നടത്തുന്നത്? അതിനുള്ള പണം എവിടുന്നാണ് കൊടുക്കുന്നത്? സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്. ആരാണ് ഇങ്ങനെയുള്ള PR പ്രവർത്തനം മുഖ്യമന്ത്രിക്ക് വേണ്ടി? ഇത് ഒഫീഷ്യലായിട്ടുള്ള ഏജൻസികളാണോ, പാർട്ടി ഏൽപ്പിച്ച ഏജൻസികളാണോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്വയം ഇത് ഏൽപ്പിച്ച ഏജൻസികളാണോ? ഈ PR കമ്പനികൾക്കുള്ള പണം ആരാണ് കൊടുക്കുന്നത്? സർക്കാർ ഖജനാവിൽ നിന്നാണോ? സർക്കാർ ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിയുന്നത്? മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ PR ഏജൻസികളെ നിശ്ചയിക്കുന്ന അതിന് ആരാണ് പണം കൊടുക്കുന്നത്? ജനങ്ങളുടെ നികുതി പണമാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. PR വിജയനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ PR ഈ കേരളത്തിലെ 4 കോടി ജനങ്ങളിൽ ഒരാൾ പോലും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വിശ്വസിക്കില്ല. കാരണം ഇതുപോലെ കാപട്യക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. തികഞ്ഞ ഹിപ്പോക്രറ്റാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് മാത്രം ഈ പ്രസ്താവന കൊടുത്തത് ദുരുദ്ദേശത്തോടുകൂടിയാണ്. കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും ഹവാല ഇടപാടുകാരെയും ഒക്കെ ശക്തമായി നേരിടുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇംഗ്ലീഷ് പത്രത്തിൽ മാത്രം ഇത് കൊടുത്തത്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ കള്ളക്കടത്തുകാരെയെല്ലാം മടിയിലിരുത്തി ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കഴിഞ്ഞ 8 കൊല്ലവും അധോലോക സംഘങ്ങൾക്കും കള്ളക്കടത്തുകാർക്കും ഹവാല ഇടപാടുകാർക്കുമെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത മുഖ്യമന്ത്രിയാണ്. എല്ലാ മതതീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിച്ച മുഖ്യമന്ത്രിയാണ്. ഇപ്പം മലക്കം മറിഞ്ഞ് വേറൊരു പ്രസ്താവന നടത്തിയത്. പക്ഷേ അതും അദ്ദേഹം മലക്കം മറിഞ്ഞിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വാസ്യത കേരളത്തിൽ വട്ടപൂജ്യമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാനുള്ള ഒരർഹതയുമില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം BJP ശക്തിപ്പെടുത്തുകയാണ്. 4-ാം തീയതി എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും ബഹുജന മാർച്ച് നടത്താൻ BJP തീരുമാനിച്ചു. ശശിയെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നില്ല. ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണവും മുന്നോട്ട് വരുന്നുമില്ല. എങ്ങനെയാണ് BJP ഇത് കാണുന്നത്? അല്ലെന്ന് ഇത് മുഖ്യമന്ത്രിയുടെ എല്ലാ വഴിവിട്ട ഇടപാടുകളും അറിയാവുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. മുഖ്യമന്ത്രിയെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വഴിവിട്ട് സഹായിച്ചവരാണിവർ. സ്വപ്ന സുരേഷിനെ നാട് കടത്താൻ ആരാണ് സഹായിച്ചത്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം കേരള പോലീസാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയെ ഒരു സുപ്രഭാതത്തിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എല്ലാ തെളിവുകളും എടുത്ത് ഫയലുകളും മുക്കിയില്ലേ? ഇതെല്ലാം പോലീസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം വഴിവിട്ട് സഹായിച്ച ആളുകളെയും മുഖ്യമന്ത്രി കൈവിടാൻ കഴിയില്ല. അൻവർ തന്നെ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ അൻവറിനെ വിളിച്ചു വരുത്തി പതിവ് പോലെ സെറ്റിൽ ചെയ്യാനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അൻവർ കള്ളക്കടത്തുകാരനാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തിനാണ് കള്ളക്കടത്തുകാരന്റെ വാക്ക് കേട്ട് മലപ്പുറം SP-യെ മാറ്റിയത്? മലപ്പുറത്തെ പോലീസ് സേനയെ കംപ്ലീറ്റ് അഴിച്ചു പണിഞ്ഞത് എന്തിനാണ്? അൻവർ കള്ളനോ കള്ളക്കടത്തുകാരനോ ആണോ എന്ന് ഇപ്പോൾ പറയുന്നവര് അൻവറിന്റെ വഴിവിട്ട ആവശ്യങ്ങൾക്ക് എന്തിനാണ് വഴങ്ങിയത്?
അൻവർ ADGP-യിലേക്ക് പോയപ്പോഴാണ്, ശശിയിലേക്ക് പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. മുഖ്യമന്ത്രി ഇത്രയും ദുരൂഹമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും നമ്മുടെ രാജ്യത്തില്ല, കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായില്ല. ദുരൂഹതയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഈ അൻവറിന്റെ പോരാട്ടങ്ങളെ ഏതെങ്കിലും രീതിയിൽ BJP സപ്പോർട്ട് ചെയ്യുന്നു? അല്ലല്ല, ഞങ്ങളിതിനെ കാണുന്നത് ഇത് ആശയപരമായിട്ടുള്ള ഒരു പോരാട്ടമൊന്നുമല്ല. ഇത് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയാണ് നടക്കുന്നത്. ആലപ്പുഴയിലും അതാണ് നടന്നത്, കണ്ണൂരിലും അതാണ് നടന്നത്, മലപ്പുറത്തും അതാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ അൻവറിനെ പിന്തുണയ്ക്കുകയോ അങ്ങനെ ഒരു കാര്യമല്ല. ഇതിൽ പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രിയുടെ പദവി, ഇത്രയും ഉന്നതമായ ഒരു പദവിയെ ഈ രീതിയിൽ ചോദ്യം ചെയ്തിട്ട് അൻവറിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അൻവർ പറഞ്ഞു എന്ത് കേസാണ് എടുത്തത്? അൻവറിനെതിരെ തെളിയിക്കാൻ പറ്റാത്ത ഒരു കേസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അൻവർ ടെലിഫോൺ ചോർത്തി എന്നുള്ള ഒരു കേസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിന് മുഖ്യമന്ത്രിക്ക് ഒരു തെളിവും സമാഹരിക്കാൻ കഴിയും. കാരണം 100% മുഖ്യമന്ത്രി അൻവറിനെ ഭയപ്പെടുന്നു. അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? ഞാൻ അക്കാര്യങ്ങളെല്ലാം പിന്നീട് വിശദീകരിക്കുന്നതാണ്. എന്ത് വിശദീകരണമാണ് ഉണ്ടായിരിക്കുന്നത്? അതുകൊണ്ട് ഇത് കൊള്ള മുതൽ പങ്കുവെക്കുന്നതിന് വേണ്ടിയുള്ള തർക്കമാണ്. ഈ കേസിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ, മാഫിയകളെ മുഴുവൻ സഹായിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പദവി അദ്ദേഹം ദുരുപയോഗം ചെയ്തിരിക്കണം. അദ്ദേഹം രാജിവെക്കണം. ഞങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനല്ല, സർക്കാർ തന്നെ രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് എല്ലാ നിയമവിരുദ്ധമായ പ്രവൃത്തികളും നടത്തുന്നത്. അതുകൊണ്ട് സർക്കാരിന് തുടരാൻ അധികാരമില്ല. മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ച് ഒരു അന്വേഷണം ഇതുവരെ വന്നിട്ടില്ല. ഇതിനുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളോട് ആവശ്യപ്പെടും. മലപ്പുറത്തിന് ഇവിടെ ഒരു പ്രത്യേക ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. നിങ്ങൾ മാധ്യമങ്ങളും PD സദസ്യനുമെല്ലാം മലപ്പുറത്ത് എന്തെങ്കിലും നടക്കുമ്പോഴേക്കും ഉടനെ പറയുകയാണ്. അപ്പൊ മലപ്പുറത്തിന് നിങ്ങളൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് അത് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ്. UDF-ഉം അതാണ്, LDF-ഉം അതാണ്. VS അച്യുതാനന്ദൻ മലപ്പുറത്തെ തീവ്രവാദത്തെ സംബന്ധിച്ച് പറഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹം നിലപാട് മാറ്റിയോ? എന്റെ ചോദ്യം അതാണ്. CPM-ൽ വേറെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഒരിക്കലും നിലപാട് മാറ്റിയിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ 24 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ബാങ്കിനെ ഭയമാണ്. എല്ലാ റാഡിക്കൽ എലമെന്റ്സിനെയും, എല്ലാ അതിതീവ്രവാദ ചിന്താഗതിക്കാരെയും കൂടെ നിർത്തിയ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചതും അങ്ങനെ ഏറ്റവും പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയ നിലപാട്. PR ഏജൻസിക്ക് പിന്നിൽ ആരാണെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം. നിങ്ങൾ നേരത്തെ PR മുഖ്യമന്ത്രിയെക്കുറിച്ച് പരാമർശം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെ നിങ്ങൾക്ക് അറിയില്ലെന്നാണ്. ഇപ്പോ ഹിന്ദു പത്രം തന്നെ പറയുന്നല്ലോ. ഇവര് പറയുന്നത് ഹിന്ദു ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു പത്രമാണ്. അവര് ആ വിശ്വാസ്യതയുള്ള പത്രം, ആ പത്രം ഇന്ന് പറയുകയാണ് ഒരു PR ഏജൻസി, അത് ആരാണെന്ന് പോലും അറിയാത്ത ഒരു PR ഏജൻസി വന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം കൊടുക്കുന്നത്. എന്ത് നാണംകെട്ട നടപടിയാണ് ശ്രീ പിണറായി വിജയൻ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് അധപ്പതിക്കാൻ കഴിയും? കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അതും പ്രത്യയശാസ്ത്രത്തിന്റെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പാർട്ടിക്ക്, ആ പാർട്ടിക്ക് ഒരു സംവിധാനമില്ലേ? മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്തായിരിക്കണം? ഏതോ PR ഏജൻസി, എനിക്ക് തോന്നുന്നു ജോൺ ബ്രിട്ടാസ് തന്നെയായിരിക്കും ഇതിനെ പറ്റുന്നത്. ഇങ്ങനെയുള്ള കടലാസൊക്കെ എഴുതി കൊടുത്തിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് മാറ്റി പറയേണ്ട ഗതികേട്, ഇതുപോലെ ഏതെങ്കിലും ഒരു ഗതികേട് മുഖ്യമന്ത്രിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്?